വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചതിനെ ചൊല്ലി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ വൻ രാഷ്ട്രീയ കോളിളക്കം. വർഗീയ ശക്തികളുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുന്ന സംവിധാനമായി UDF മാറി എന്നാരോപിച്ച് CPIM നേതൃത്വം കൂട്ടത്തോടെ രംഗത്തെത്തി. എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതിരോധം. ഓന്തിനെ പോലെ നിറം മാറുന്ന ഇരട്ടത്താപ്പാണ് CPIM-നെന്നും ജമാഅത്തെ ഇസ്ലാമിയും പിണറായി വിജയനും മുമ്പ് പരസ്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി ഇന്നലെയാണ് UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിന്ന് LDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിലെ മുഖ്യ ചർച്ചയാക്കി. UDF വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് CPIM ഉയർത്തുന്നത്. ലോകമെമ്പാടുമുള്ള വർഗീയ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി. എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരായിട്ട് ഒരക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിൻ്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുകയെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പും UDF-ന്റെ ഘടകകക്ഷി എന്ന മട്ടിൽ തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-ലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ UDF-നായിരുന്നു. മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിരുന്നതിനെ പറ്റി UDF വിശദീകരിക്കട്ടെ. വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ LDF-നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും സ്വരാജ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF-ന് പ്രതിരോധവുമായി എത്തി. മുന്നണിക്ക് പുറത്തുനിന്നാണ് വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നത്. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. UDF-നെ പിന്തുണയ്ക്കുമ്പോൾ CPIM-ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയും അല്ലാത്തപ്പോൾ മതേതര പാർട്ടിയുമാകുമെന്ന് സതീശന്റെ പരിഹാസം. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവരുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. LDF-ന് തുടർന്നു വന്ന പിന്തുണ നിലമ്പൂരിലും തുടരുമെന്ന് PDP ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതുയർത്തി വെൽഫെയർ പാർട്ടി UDF-ന് നൽകിയ പിന്തുണയെ പ്രതിരോധിക്കാനും UDF ശ്രമിക്കുന്നു. PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല, അതിലൊരു സംശയവും വേണ്ടെന്ന് MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി ആഗോള വർഗീയ ശക്തിയാണ്. എന്നാൽ PDP കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ്. തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാടിന് കൊടുത്തു എന്ന് PRD റിലീസ് പുറത്തിറക്കിയവരാണ് LDF സർക്കാരെന്ന് VD സതീശന്റെ തിരിച്ചടി. ഈ വിധമാണ് നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് അംഗം കൊഴുക്കുന്നത്. ക്ഷേമ പെൻഷൻ വിവാദം, മലപ്പുറം ജില്ലാ രൂപീകരണ വിവാദം, പന്നിക്കിണിയിൽ വീണ് 15കാരൻ മരിച്ച ദാരുണ സംഭവത്തെ തുടർന്നുണ്ടായ മനുഷ്യമൃഗ സംഘർഷ ചർച്ച, ഒടുവിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ. നിലമ്പൂരിൽ ഓരോ ദിവസവും രാഷ്ട്രീയ ചർച്ചകൾ മാറി മറിയുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.